നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വളരെ രസകരമായൊരു സിനിമയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ആ സിനിമ ചർച്ച ചെയ്ത പല വിഷയങ്ങളും പിന്നീട് പല രൂപത്തിലും പല ഭാവത്തിലും ഒരുപക്ഷെ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു മികച്ച റൈറ്റർ, ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു ക്രാന്തദർശിത്വം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നാണ്, ഒരു പ്രവചനശേഷി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഒരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടെന്നും പിന്നീട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് IUF എന്ന് പറയുന്ന ആ സിനിമയിൽ ആ മുന്നണിക്ക് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മിക്കവാറും ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളാണ്. അന്ന് അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഡ്രഗ് പെഡ്ലേഴ്സ് അല്ലെങ്കിൽ ഡ്രഗ് ബിസിനസ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒന്നായി IUF മാറണമെന്നുള്ള നിലയിൽ തന്നെയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം നമ്മുടെ പൊതു ആരോഗ്യ രംഗം 1-ാം നമ്പർ എന്നുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അവരുടെ നീതി ആയോഗിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ്, നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് എത്തി. പക്ഷേ നമ്മുടെ ആരോഗ്യരംഗം മറ്റൊരു രംഗവും ഇതുപോലെ തകർന്നടിഞ്ഞു പോയി എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗം ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പറയുന്ന പോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആ വകുപ്പ് തകർന്നു പോയി എന്നാരും പറഞ്ഞിട്ടില്ല. ധനകാര്യ വകുപ്പ്, ഇവിടെ പണമില്ല എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും ധനകാര്യ വകുപ്പ് പൊളിഞ്ഞ് തകർന്ന് പാടെ ഇല്ലാതായിരിക്കുകയാണെന്നും കെടുകാര്യസ്ഥത നിറഞ്ഞു നിൽക്കുകയാണ് എന്നും ആരും എവിടെയും ഒരു പ്രതിപക്ഷവും ഇവിടെ പരക്കെ ഒരു വ്യാപനം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതോടൊപ്പം നമ്മൾ ഏതെടുത്ത് നോക്കില്ല, ആഭ്യന്തരം കുത്തഴിഞ്ഞ് കിടക്കുന്നത് മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ല യൂത്ത് കോൺഗ്രസ്സുകാർ ആവശ്യമില്ല പോയി തല്ലി മേടിച്ച് കഴിയുമ്പോൾ ഇവിടെ ആഭ്യന്തരം കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയില്ല, പ്രശ്നം കഴിയും. അപ്പം വേറൊരു ഇതിനുമില്ലാത്ത പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യരംഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ ആരോഗ്യ മേഖല, നമ്മുടെ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി അട്ര ഫ്ലോപ്പാണ് എന്ന് വരുത്തി തീർക്കുകയും അതോടൊപ്പം പൊതു ആരോഗ്യ രംഗം നമ്മുടെ ആശുപത്രികളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നും നമ്മളുടെ ഇവിടെ ആവശ്യത്തിന് മരുന്നുകളില്ല, സർജിക്കൽ ഉപകരണങ്ങളില്ല, രോഗികളെല്ലാവരും ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്, ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. എന്തിന് ആണ് ഇതിങ്ങനെ വ്യാപകമായ ഒരു പ്രസക്തി കൊടുക്കുന്നത്? നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാന സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശത്ത് നിന്നടക്കം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും പ്രതിപക്ഷവും എന്നാണ് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മറ്റു ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടി വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസ് INC എന്ന് പറയുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ തേങ്ങയ്ക്ക് പകരം ചിരണ്ടിയാണ് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നതെന്നാണ് KC വേണുഗോപാൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ അത് സത്യമാണോ? UDF അത്രയ്ക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത്രത്തോളം തകർന്നടിഞ്ഞ ഒരു ദുരവസ്ഥയിൽ കിടക്കുകയാണോ? നമുക്കറിയാം, ഫണ്ട് എന്ന് പറയുന്ന ഒന്നിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ്. ഈ പറയുന്ന നമുക്കറിയാം, വയനാട്ടിലെ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടാണെങ്കിൽ തന്നെയും അവർ ഇലക്ഷന് വേണ്ടി വിനിയോഗിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നാൽ അത് മാത്രമാണോ? ഇലക്ട്രൽ ബോണ്ട് നേടിയ ഒരു പാർട്ടി കൂടിയാണ്. ഇപ്പം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ ഫാർമ കമ്പനികളും മെഡിക്കൽ രംഗത്തുള്ള ആളുകളുമാണ്. ഇപ്പം നമ്മൾ നോക്കി, യശോദ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശുപത്രി ശൃംഖല, അവർ കോൺഗ്രസിന് വേണ്ടി ഫണ്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 64 കോടി രൂപയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ കോൺഗ്രസിന് 64 കോടി രൂപ ഫണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സ്ഥാപനമായി ഇത് അറിയപ്പെടുന്നു എന്നുള്ളതും ഈ പറയുന്ന യശോദ ഫാർമസ്യൂട്ടിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കണക്കാക്കാം. ശരി, ഇപ്പം നമ്മൾ നോക്കിക്കൊള്ളുക. അതിനുശേഷം ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ മരുന്ന് കമ്പനി ഏകദേശം ഇലക്ട്രൽ ബോണ്ട് വഴി 21 കോടി രൂപയാണ് കോൺഗ്രസ് പാർട്ടിക്കായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി സിപ്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സിപ്ല. ആ സിപ്ല കൊടുത്തിരിക്കുന്നത് 17 കോടി രൂപയാണ്. അതോടൊപ്പം ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊടുത്തിരിക്കുന്നത് 15 കോടി രൂപയാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. നാറ്റ്കോ ഫാർമ എന്ന് പറയുന്ന ഒരു ഫാർമ കമ്പനി ഏകദേശം 12.3 കോടി രൂപ കോൺഗ്രസിന് ഫണ്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ദിവീസ് ലബോറട്ടറീസ് എന്ന് നൽകിയിരിക്കുന്നത് 5 കോടി രൂപയാണ് സംഭാവനയായിട്ട് നൽകിയിരിക്കുന്നത്. മൈക്രോ ലാബ്സ് നൽകിയിരിക്കുന്നത് 3 കോടി രൂപയാണ്. സൈഡസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനി ഏകദേശം 2 കോടി രൂപ എല്ലാം കൂടെ ചേർത്തിട്ട് ഇലക്ടറൽ ബോണ്ട് വഴിയും അല്ലാതെയും ഈ പറയുന്ന ഹെൽത്ത് കെയർ, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ ആശുപത്രി വ്യവസായം തുടങ്ങിയ എല്ലാ ഈ പറയുന്ന ആശുപത്രി അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ വകുപ്പുകളിൽ നിന്ന് ഏകദേശം 120-ലധികം കോടി രൂപ കോൺഗ്രസ് സംഭാവന നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇത് പലപ്പോഴായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഡീറ്റെയിൽസ് ആണ്. അപ്പം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി എന്ന് ഇവിടെ കോൺഗ്രസ്സുകാർ വ്യാപകമായി പറയുന്നതിനുള്ള കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളിൽ നിന്നും ഇവിടുത്തെ വലിയ വൻകിട കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഒക്കെ, അതായത് ഈ പറയുന്ന ആശുപത്രി കൊണ്ട് ജീവിക്കുന്ന വലിയ മേലാവിമാരുടെ കയ്യിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ, 100 കോടിയിലധികം രൂപ ഇവിടെ ഇലക്ട്രൽ ബോണ്ടായി മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ലാതെ ഈ ഫണ്ട് മേടിച്ചതിൻ്റെ നന്ദി പ്രകാശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്നും ലോകോത്തര നിലവാരമില്ലാത്ത ആണ് എന്ന് ഇവിടെ വ്യാപകമായി സംസാരിക്കുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെയൊന്നുമില്ല. ഇത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഇവിടുത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പുറത്തിറങ്ങാൻ അനുവദിക്കത്തില്ല. അവരേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇട്ട് തടയും. അവരെ ഇരുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും. ഹർഷീനയെ പോലുള്ളവർ നമുക്കറിയാവുന്ന പോലെ ഹർഷീനയെ പോലുള്ളവർ UDFൻ്റെ പ്രചരണ രംഗത്തേക്ക് ഉണ്ടാവും. പണ്ട് നമുക്കറിയാം ഭഗവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ പണ്ട് MP രാജേഷിനെതിരായിട്ട് ഇവിടെ വരികയും ധർമ്മടത്ത് പിണറായി വിജയനെതിരായിട്ട് മത്സരിക്കുകയും ചെയ്ത് ഒരു വലിയ രസകരമായൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ UDFന് വേണ്ടിയിട്ട് ഇറങ്ങും. അവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായി എന്ന് വരുത്തി തീർക്കണമെന്നേ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ മറ്റു ചില മേഖലകളിൽ നടന്നിട്ടുള്ളത് ലക്ഷ്മി മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു റീറ്റെയിൽ സ്ഥാപനമാണ്. അപ്പോൾ അവർ ഏകദേശം, പിന്നെ അതോടൊപ്പം ധീരജ് മെഡിക്കൽസ് എന്ന് പറയുന്ന ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് കേരളത്തിൽ മാത്രം 69 കോടി രൂപ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഈ പറയുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യശോദ, റെഡ്ഡീസ് ലാബ് 11 കോടിയാണ് കൊടുത്തത്, സിപ്ല, ഇങ്ങനെ തുടങ്ങിയ നിരവധി കമ്പനികൾ ഈ പറയുന്ന പോലെ ഇവിടെ നമ്മുടെ കേരളത്തിലെ അടക്കം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇത്രയും കോടി രൂപ സംഭാവനയായി ഇലക്ട്രൽ ബോണ്ട് വഴി നൽകുമ്പോൾ ഇവർ തിരിച്ച് ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? സ്വാഭാവികം ഇവിടുത്തെ സ്വകാര്യ ആരോഗ്യ രംഗത്തെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും സ്വകാര്യ ആശുപത്രികൾ ഇവിടെ വളരുകയും തഴച്ചു വളരുകയും ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇവിടുത്തെ പൊതു ആരോഗ്യ മേഖല, അതായത് ഇവിടുത്തെ സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന ആതുരാലയങ്ങൾ ഇല്ലാത്തതാണ് എന്നും കൊള്ളരുതാത്തതാണെന്ന് ഒരു വ്യാപകമായ പ്രസക്തി കൊടുക്കേണ്ടി വരും. ഇനിയും അടുത്ത ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി അതിനകത്ത് വരുന്നതാണല്ലോ 25 ലക്ഷം രൂപ ഒരു വർഷം ചികിത്സാ ചെലവ് എന്നുള്ള നിലയിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന കാര്യം രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. കോടിക്കണക്കിന് രൂപ വരുമെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രീമിയം എന്നുള്ള നിലയിൽ എത്രയോ കോടി രൂപ വരും ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഇൻഷുറൻസ് നടപ്പിലാക്കണമെങ്കിൽ ആർക്കാ ഗുണം? സർക്കാർ ആശുപത്രിയിൽ എന്തായിരുന്നാലും വലിയ ഇൻഷുറൻസിൻ്റെ ക്ലെയിമിംഗ് നടക്കുന്ന സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഇത്രയും ലക്ഷം ഇവിടെ നമുക്കറിയാം പരമാവധി വന്നു കഴിഞ്ഞാൽ 5-6 ലക്ഷം രൂപ ചിലവാകും മാക്സിമം. അപ്പോൾ ഒരു വർഷം ഒരു ഏറ്റവും വലിയ എനിക്കൊന്ന് ഹൃദയ സർജറി അങ്ങനെയുള്ള സർജറിക്കൊക്കെ ചിലവാകുന്ന തുകയാണത്. അപ്പം ആർക്കാണ് ഇത് ഗുണം കിട്ടുക? ഈ മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് ഗുണം ആരിലേക്കാണ് ഈ പണം എത്തി? 25 ലക്ഷം രൂപ പ്രതിവർഷം ഒരു ആളിൽ നിന്ന് കിട്ടുക എന്നുള്ള ആർക്കായിരിക്കും? ഇവിടുത്തെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലേക്കാണ് ഈ തുക ചെല്ലുന്നത്. അവർക്ക് 25 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അതായത് 25 ലക്ഷം രൂപയ്ക്ക് ഒരു രോഗിയെ ട്രീറ്റ് ചെയ്തതായിട്ട് റെക്കോർഡ്സ് മാത്രം മതിയല്ലോ. ആ തുക അവരിലേക്ക് എത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി മെഡിക്കൽ ഇൻഷുറൻസ് എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് അവതരിപ്പിച്ചത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളും ഇവിടുത്തെ മെഡിക്കൽ കമ്പനികളും ആശുപത്രികളും എല്ലാം കൂടെ ഫണ്ട് ചെയ്തത് ഇത്രയും ഏകദേശം 100-ലധികം 100-150 കോടിക്ക് അടുത്ത് വരുന്ന തുക ഇങ്ങനെ ഫണ്ട് ചെയ്തത് വെറുതെ അല്ലല്ലോ. ഒന്നും കാണാതെ അവർ ഫണ്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫണ്ട് രണ്ട് കൈയും നീട്ടി ഈ കോൺഗ്രസ്സുകാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി ഈ കോൺഗ്രസ്സുകാർക്ക് എടുത്ത് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ആരെയാണ് വഴിയാധാരമാക്കേണ്ടത്? നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെയല്ലേ വഴിയാധാരമാക്കേണ്ടത്.
എന്തുകൊണ്ടാണ് നമ്മളത് ചിന്തിക്കാത്തത്? ഇവിടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണി നമ്മൾ അധികാരത്തിൽ കയറി നമുക്ക് ഇതൊക്കെ ചെയ്തു തരും എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു കെണി കൂടി ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന വകുപ്പിനകത്ത് കിടപ്പുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അതായത് അവരുടെ ലക്ഷ്യം ആരോഗ്യരംഗത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല, ഇവിടുത്തെ നമ്മുടെ സർക്കാർ ആശുപത്രികൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ വലിയ കുത്തകാ ഭീമന്മാർക്ക് വളരുന്നതിന് വേണ്ട വഴിമരുന്ന് ഇട്ടുകൊടുക്കുക കൂടി ചെയ്യുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. നമ്മുടെ പൊതുവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏത് നിയോജക മണ്ഡലങ്ങൾ ചില നിയോജക മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം മുടക്കിയിട്ടുണ്ടാവുക മിക്കപ്പോഴും അടുത്ത സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് തന്നെയാണ്. അത് നിങ്ങൾ കൂടുതൽ ആലോചിച്ചാലോ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ചാലോ മനസ്സിലാവും. അവിടെയുള്ള ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും വേണ്ടി, ഓരോ UDF സ്ഥാനാർത്ഥിക്കും വേണ്ടിയിട്ട് അതത് മേഖലയിലെ ഏറ്റവും ഉന്നതരായ സർക്കാർ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിലെ മുതലാളിമാരും കോർപ്പറേറ്റുകളുമായിരിക്കും അവർക്ക് വേണ്ടി പണം മുടക്കിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യവും നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പല ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മുന്നിലുണ്ടെന്നേ. അപ്പം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തോ സൗജന്യം ചെയ്തു തരുന്നു എന്നുള്ള നിലയിൽ 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയെയും ഈ പറയുന്ന മെഡിക്കലായി നൽകുന്ന അല്ലെങ്കിൽ ഈ മരുന്ന് കമ്പനിക്കാരെയും ഒക്കെ വളർത്താനും അവരെ സംരക്ഷിക്കാനും അവർക്ക് വിടുവേല ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മേടിച്ചെടുത്തിരിക്കുന്നത് 1-2 കോടികളല്ല, 100 കണക്കിന് കോടി രൂപയാണ് വാങ്ങിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നമ്മുടെ മൈൻഡിൽ വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.